എവരിവൺ, മലയാളം മീഡിയ ഡൗൺ ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിവേദ്യം എന്ന മലയാള സിനിമയിലൂടെ ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയ താരമാണ് ഭാമ. മലയാള സിനിമയ്ക്ക് ലോഹിതദാസ് കൊടുത്ത നിവേദ്യം എന്നാണ് ഭാമയെ കുറിച്ച് സിനിമാ പ്രേമികൾ പറയാറുള്ളത്. രേഖിതാ കുറുപ്പ് എന്നാണ് ഭാമയുടെ യഥാർത്ഥ പേര്. സിനിമയിലെത്തിയതിനു ശേഷമാണ് ഭാമയായി താരം മാറുന്നത്. നാടൻ ലുക്ക് കൊണ്ടും ഗ്രാമീണത തുളുമ്പുന്ന സംസാരം കൊണ്ടും ഭാമ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയത് വളരെ പെട്ടെന്നാണ്. പിന്നീട് മലയാള സിനിമയിൽ ഒരുപിടി നല്ല സിനിമകൾ ഭാമ തന്നെ സമ്മാനിച്ചു. സിനിമയിലേക്ക് കടന്നു വന്നതിന് പിന്നാലെ കൈനിറിയ അവസരങ്ങളും താരത്തെ തേടിയെത്തി. പിന്നീട് സിനിമയിൽ തിളങ്ങി നിൽക്കവെയായിരുന്നു അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തുകൊണ്ട് വിവാഹ ജീവിതം. എന്നാൽ വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലേറെ സജീവമായ ഭാമ സിനിമാ ജീവിതത്തിലേക്ക് തിരികെ എത്തിയിട്ടില്ല. കേരളത്തിനകത്തും പുറത്തും ഉദ്ഘാടന വേദികളിൽ എന്നാൽ സജീവമാണ് താരം. വിവാഹത്തിന് ശേഷവും അമ്മയായ ശേഷവും ശരീര സൗന്ദര്യം നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധാലുവാണ് താരം. പഴയതിനേക്കാൾ സുന്ദരിയായിട്ടുണ്ടെന്നാണ് ആരാധകരും പറയുന്നത്. അഭിനയത്തിലെങ്കിലും തിരക്കുകളുടെ ലോകത്താണ് ഭാമ ഇപ്പോൾ. മിക്ക ഉദ്ഘാടന വേദികളിലും ഭാമ എത്തുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും ഭാമയ്ക്ക് ഉദ്ഘാടനങ്ങൾ പതിവ് കാഴ്ചയുമാണ്. നാടൻ ലുക്കിലും മോഡേൺ ലുക്കിലും എല്ലാം വേദികളിൽ ഭാമ എത്താറുണ്ട്. മുൻപൊക്കെ ലിച്ചിയും ഹണി റോസുമായിരുന്നു ഉദ്ഘാടന വേദികളിൽ സജീവമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് ഭാമയായി മാറിയിട്ടുണ്ട്. അവർക്ക് വെല്ലുവിളിയാകുമോ ഭാമ എന്നുള്ള ചോദ്യങ്ങൾ കൊണ്ടാണ് മിക്ക വീഡിയോസും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അതേസമയം സിനിമയിലേക്കുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും കഴിഞ്ഞ ദിവസം ഭാമ മറുപടി നൽകി. വീട്ടിലൊരു കുഞ്ഞു മോളാണ്, തീരെ ചെറുതാണ്, അവൾക്ക് വലുതായിട്ട് നോക്കാമെന്നായിരുന്നു ഭാമ നൽകിയ മറുപടി. സിനിമയിലേക്ക് എത്തും മുൻപേ തന്നെ മാധ്യമരംഗത്ത് ഭാമ സജീവമായിരുന്നു. അവതരണത്തിന് പുറമെ ആലാപനത്തിലൂടെയും ഭാമ പ്രേക്ഷകരെ സമ്പാദിച്ചു. 2007 നിവേദ്യം എന്ന ചിത്രത്തിൽ ഭാമ അഭിനയിക്കാനെത്തിയത്. ഒരു പരസ്യ ചിത്രത്തിന്റെ ഇടയ്ക്ക് ലോഹിതദാസ് ഭാമയെ കാണാൻ ഇടയാവുകയും പിന്നീട് തന്നെ ചിത്രത്തിലേക്ക് അവസരം നൽകുകയുമായിരുന്നു. രണ്ടാമത്തെ ചിത്രം വിനയൻ സംവിധാനം ചെയ്ത ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ എന്ന ചിത്രമായിരുന്നു.